മുക്കുവ സമുദായത്തിൽപ്പെട്ടവർ വളപട്ടണം പുഴയിൽ മത്സ്യം പിടിക്കാറുണ്ടായിരുന്നു. ഒരു ദിവസം അവരിൽ ശ്രേഷ്ഠനായ ഒരു മുക്കുവൻ പുഴയിൽ നിന്നും മത്സ്യം പിടിക്കുന്ന സമയത്ത് പുഴക്കടവിൽ വെച്ചൊരു സ്ത്രീ ശബ്ദത്തിൽ ഒരു അശരീരി കേൾക്കുവാനിടയായി. ഞാനും വരട്ടെ എന്നാണ് കേൾക്കാനിടയായത്. എല്ലാ ദിവസവും തുടർച്ചയായി കേൾക്കാനിടയായപ്പോൾ ശബ്ദം കേട്ട കാണാമറയത്തുള്ള ആദിപരാശക്തിയുടേതാണെന്ന് ഉത്ബോധമുണ്ടായി. ആ ശക്തിക്ക് നിത്യവും വസിക്കുവാൻ വേണ്ട സ്ഥലം കണ്ടെത്തി അവിടെ 27 നക്ഷത്ര വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിച്ച് നടുസ്ഥലത്തായി ഒരു ചെറിയ ഇരിപ്പിട സ്ഥാനവും നിർമ്മിച്ചതിന് ശേഷം അശരീരി ശ്രമിച്ചപ്പോൾ വരാവുന്നതാണ് എന്ന് അറിയിച്ചു. ആ സമയത്ത് തന്നെ ഒരു തൃപ്പാദം വളപട്ടണം കോട്ടയിലും മറ്റേ പാദം ക്ഷേത്രസ്ഥാനത്തും വെച്ചു. ആദി പരാശക്തിക്ക് മലർ, ചക്ക എന്നിവ നിവേദ്യമായി സമർപ്പിച്ചു. പരാശക്തിയുടെ ഉഗ്രരൂപം കണ്ട മാത്രയിൽ ഭയം കൊണ്ട് വിറച്ച് കിഴക്ക് വശത്തുള്ള വഴിയടച്ച് ആ ബാലൻ പുറത്തേക്ക് ഓടിപ്പോയി. മുക്കുവൻ കോലത്തിരിയുടെ പരത്തലവനായ പുളിയങ്കോട്ട് നായരെ വിവരമറിയിച്ചു. വിഗ്രഹം കണ്ട നായർ ഇതിന്റെ ചൈതന്യം മനസ്സിലാക്കുകയും തൻ്റെ ഭവനത്തിൽ പ്രതിഷ്ഠിച്ച് ആരാധിക്കാൻ തീരുമാനിച്ചു. ദിവസങ്ങൾ പോയിക്കൊണ്ടിരിക്കെ ഒരു ദിവസം തൻ്റെ ഭവനത്തിൽ ഭക്ഷണത്തിന് തയ്യാറാക്കിയ മത്സ്യവിഭവങ്ങൾ നഷ്ടപ്പെട്ടത് അന്വേഷിച്ചു നായർക്ക് മുന്നിൽ ദേവി തൻ്റെ വിശ്വരൂപം കാണിക്കുമായിരുന്നു. തന്നെ കൂടി കളരിയിലേക്ക് കൂട്ടണമെന്ന് ദേവി അരുൾ ചെയ്തു. പുളിയങ്കോട്ട് നായർ ഭഗവതിയെ വടക്കില്ലം തറവാട്ടുകാരുടെ തറവാട്ട് ക്ഷേത്രമായ ത്രിപുരസുന്ദരി ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിച്ചു. പടനായകരിൽ നിന്നും വിവരമറിഞ്ഞ ചിറക്കൽ തമ്പുരാൻ ഭഗവതിയെ കാണാനായി എഴുന്നള്ളി. തൻ്റെ പരദേവതയാണെന്ന് മനസ്സിലാക്കിയ തമ്പുരാൻ ഭഗവതിയെ വേണ്ട വിധം പരിപാലിക്കാത്തതിൽ കടുത്ത ദുഃഖം തോന്നി. അന്നു രാത്രി രാജാവിന് സ്വപ്ന ദർശനം നൽകിയ ഭഗവതി ഇപ്രകാരം അരുൾ ചെയ്തു: തനിക്ക് അധിവസിക്കാൻ ഒരു ഉത്തമ സ്ഥാനം പണിയുക. അതിനുവേണ്ട ധനം ഞാൻ തന്നെ ഉണ്ടാക്കി തരുന്നുണ്ട്, സ്വീകരിച്ചു കൊള്ളുക. ഭഗവതി സ്വപ്നത്തിൽ കാണിച്ച സ്ഥാനത്തു നിന്നും സ്വർണ്ണ നാണയങ്ങളും വജ്രങ്ങളും അടങ്ങിയ നിധിശേഖരൻ രാജാവിന് ലഭിച്ചു. ഒട്ടും താമസിയാതെ 4 പുരക്കൽ തറവാട് മൂത്താശാരിയുടെ കാർമ്മികത്വത്തിൽ ഇന്നത്തെ കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം സ്ഥാപിതമായി. പറഞ്ഞു വരുന്നത് കണ്ണൂർ വളപട്ടണം കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തെക്കുറിച്ചാണ്. പരശുരാമ പ്രതിഷ്ഠയായ 108 ദേവീക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം. അസുരന്മാരെ നിഗ്രഹിച്ച ആദിപരാശക്തിയായ ദേവിയാണ് കളരിവാതുക്കൽ ഭഗവതിയായി ഇവിടെ കുടികൊള്ളുന്നത്. ദാരികനെയും രുരുവിനെയും വധിച്ച് കോപം ശമിക്കാതെ അട്ടഹസിക്കുന്ന ദേവിയെ ശാന്തമാക്കാൻ ശിവനും ഭൂതഗണങ്ങളും പ്രത്യക്ഷപ്പെട്ട് ആടിയും പാടിയും ദേവിയെ ശാന്തയാക്കി. അങ്ങനെ ശാന്തയും വരതയുമായ ദേവി ചൈതന്യത്തെ അതേ രീതിയിൽ വരിക്കപ്ലാവിൽ കൊത്തിയ ദാരുശില്പമാണ് ഇന്നീ കാണുന്ന ദേവീ വിഗ്രഹം. ശാക്തേയ വിധി പ്രകാരമുള്ള പൂജ ചെയ്യപ്പെടുന്ന പ്രധാന ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന് സഹസ്രാബ്ദങ്ങളുടെ പഴക്കമുണ്ട്. ഏകദേശം 1000 വർഷങ്ങൾക്ക് മുമ്പ് കോലത്തിരി രാജവംശമാണ് വളപട്ടണം ആസ്ഥാനമാക്കി രാജ്യം ഭരിച്ചിരുന്നത്. ഇപ്പോൾ ചിറക്കൽ രാജവംശം എന്നാണ് അറിയപ്പെടുന്നത്. കോലത്തിരി രാജവംശം അവരുടെ കുലദേവതയായിട്ടാണ് ദേവിയെ ആരാധിച്ചു വരുന്നത്. വളഭൻ 2ാമൻ രാജാവായിരുന്നു വളപട്ടണം കോട്ട നിർമ്മിച്ചത്. കോലത്തുനാട്ടിലെ ഏറ്റവും വലിയ കളരിയായ വാളോർ കളരിയുടെ പ്രധാന പ്രവേശന കവാടത്തിനടുത്തായിരുന്നു ക്ഷേത്രം സ്ഥിതി ചെയ്തിരുന്നത്. അതുകൊണ്ടാണ് കളരിവാതുക്കൽ എന്ന പേര് സിദ്ധിച്ചത്. ഭഗവാൻ ശിവൻ കിഴക്കോട്ടായും ഭഗവതി പടിഞ്ഞാറോട്ടായുമാണ് ദർശനം. ഏകദേശം 6 അടി ഉയരത്തിലുള്ള ഭഗവതിയുടെ വിഗ്രഹം ദാരുശില്പത്തിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. ശിവഭഗവാന്റെ നെഞ്ചിൽ കാൽ കയറ്റി വെച്ച് നിൽക്കുന്നതായിട്ടാണ് വിഗ്രഹം നിലകൊള്ളുന്നത്. ഇതിനെ പ്രേതാരൂഢ പ്രതിഷ്ഠ എന്ന് പറയും. ശാന്താകാരിയും വരതയുമാണ് ദേവി. വിശിഷ്ടമായ ദേവീ വിഗ്രഹത്തിൽ 4 തൃക്കൈകളിൽ ഖഡ്ഗം, താമര, കപാലം, ദർപ്പണം എന്നിവയാണുള്ളത്. ദേവിയുടെ മുന്നിലായി എഴുന്നള്ളിക്കുന്ന പഞ്ചലോഹ നിർമ്മിതമായ ഒരു വിഗ്രഹവുമുണ്ട്. ക്ഷേത്രത്തിന്റെ വടക്ക് കിഴക്ക് ഭാഗത്ത് ക്ഷേത്രപാലകരും ഈശാനക്കോണിൽ സപ്തമാതൃക്കളുടെ കോവിലിൽ ബ്രാഹ്മണി, മഹേശ്വരി, കൗമാരി, വൈഷ്ണവി, ഇന്ദ്രാണി, ചാമുണ്ടേശ്വരി എന്നീ സപ്തമാതൃക്കളുടെയും ഗണപതി ഭഗവാൻ, വീരഭദ്രൻ എന്നിവരുടെ പ്രതിഷ്ഠയുമുണ്ട്. തെക്കു പടിഞ്ഞാറ് ഭാഗത്തായി ഒരു മണ്ഡപവുമുണ്ട്. എല്ലാ ദിവസവും ദേവിയുടെ തിരുവായുധം എഴുന്നള്ളിച്ച് വെക്കുന്നത് ഇവിടെയാണ്. കളത്തലി പൂജയും പാട്ടും ഈ മണ്ഡപത്തിൽ വെച്ചാണ് നടത്തി വരുന്നത്. ദിവസവും 4 പൂജകളുണ്ട്. രാവിലെ 5 മണിക്ക് നട തുറന്ന് അഭിഷേകം നടത്തി 7:30 ഉഷപൂജ കഴിഞ്ഞ ശേഷമാണ് ഭക്തർക്ക് പ്രവേശനം. പന്തീരടി പൂജയ്ക്ക് ഉച്ചയ്ക്ക് 12 മണിക്കും ഉച്ചപൂജ വൈകുന്നേരം 6 മണിക്കും അത്താഴപൂജ രാത്രി 8 മണിക്കുമാണ് നടത്തപ്പെടുന്നത്. മന്ത്രതന്ത്രങ്ങൾ പഠിച്ച പിടാരര് സമുദായക്കാരാണ് പൂജാതി കർമ്മങ്ങൾ നടത്തി വരുന്നത്. കൗള സമ്പ്രദായത്തിൽ
മദ്യമാംസത്തോടുകൂടിയുള്ള ശാക്തേയ പൂജയാണ്. ഇപ്രകാരം ഭദ്രകാളി പൂജ നടത്തുവാൻ പിടാരരെ കാശ്മീരിൽ നിന്നും കൊണ്ടുവന്നതാണെന്നാണ് ഐതിഹ്യം. മന്ത്രതന്ത്ര പ്രകാരം മദ്യത്തെ അമൃതായി സങ്കല്പിച്ചാണ് ദേവിക്ക് നിവേദിക്കുന്നത്. പ്രധാന പൂജാരി മൂത്ത പിടാരരാണ് പ്രധാന പൂജകൾ ചെയ്യുന്നത്. കൂടാതെ ഇളയ പിടാരർ എന്നീ സ്ഥാനികരുമുണ്ട്. ക്ഷേത്ര തന്ത്രിസ്ഥാനം കാട്ടുമാടം മനക്കാണ്. ക്ഷേത്രത്തിന് ചുറ്റും ഇടതൂർന്ന മരങ്ങളും വള്ളികളുമുള്ള കാവാണ്. ക്ഷേത്രത്തിന് വടക്ക് ഭാഗത്ത് കുറച്ച് അകലെയായിട്ടാണ് വളപട്ടണം കോട്ടയുള്ളത്. മൂഷിക രാജവംശത്തിലെ വളവൻ രണ്ടാമൻ നിർമ്മിച്ചതാണ് ഈ കോട്ട എന്നാണ് ചരിത്രം. പൂര ഉത്സവ സമയത്ത് ദേവീ വിഗ്രഹം കോട്ടയിലേക്ക് എഴുന്നള്ളിച്ചു കൊണ്ടുപോകുന്നു. ടിപ്പുവിന്റെ ആക്രമണത്തിലാണ് കോട്ട തകർക്കപ്പെട്ടത്. കോട്ടയുടെ അവശിഷ്ടങ്ങൾ ഇന്നും അവിടെ കാണാം. ദാരികൻ തുടങ്ങിയ ഒട്ടേറെ അസുരന്മാരെ വധിച്ച ശേഷം ഉഗ്ര രൗദ്രഭാവമായിരുന്നു ദേവിയുടേത്. കോപശമനത്തിനായിട്ട് പിതാവായ ഭഗവാൻ ശിവൻ 2 പിഞ്ചു കുഞ്ഞുങ്ങളെ ദേവിയുടെ മുന്നിൽ കിടത്തി സ്വന്തം കുഞ്ഞുങ്ങളെ കണ്ട അമ്മയെപ്പോലെ വാരിയെടുത്ത് മുലപ്പാൽ നൽകുകയും അങ്ങനെ കോപം പകുതി ശമിപ്പിക്കുകയും ചെയ്തു. ഈ 2 കുഞ്ഞുങ്ങളാണ് വീരഭദ്രനെന്നും ക്ഷേത്രപാലകനെന്നും അറിയപ്പെടുന്നത്. ദേവിയുടെ രൗദ്രഭാവം പൂർണ്ണമായി ശമിപ്പിക്കുവാൻ വേണ്ടി മഹർഷിമാരും ദേവഗണങ്ങളും ഭൂതഗണങ്ങളും വാഴ്ത്തി സ്തുതിക്കുകയും അതിനുശേഷം ശാന്താകാരയായും കാരുണ്യവതിയുമായാണ് ഭഗവതി ശ്രീകോവിൽ വിരാജിക്കുന്നത്. ക്ഷേത്രത്തിലെ പ്രധാനപ്പെട്ട വഴിപാടുകൾ ഇവയാണ്: നിറമാല, വലിയ പൂജ, വലിയ പട്ടളം പായസം, അകപൂജ, ശക്തിപൂജ, ശത്രുസംഹാര പൂജ, സ്വയംവര പൂജ എന്നിവയാണ്. പ്രധാനപ്പെട്ട 5 ഉത്സവങ്ങളാണ് ക്ഷേത്രത്തിൽ ആഘോഷിക്കുന്നത്. തുലാമാസത്തിലെ കളത്തിലരി പൂജ, വൃശ്ചിക മാസത്തിലെ മണ്ഡല പൂജ, മകരത്തിലെ പാട്ടുത്സവം, മീനമാസത്തിലെ പൂരമഹോത്സവം, ഇടവ മാസത്തിലെ കളിയാട്ടം എന്നിവയാണ്. ഇവ കൂടാതെ ചിങ്ങത്തിൽ പുത്തരി, അത്തം ചതുർത്ഥി, കന്യമാസത്തിൽ നവരാത്രി, കുംഭത്തിൽ ശിവരാത്രി, മേടത്തിൽ പ്രതിഷ്ഠാദിനം, കർക്കിടകത്തിൽ തിറ എന്നിവയും ആഘോഷ ദിവസങ്ങൾ തന്നെയാണ്. കളരിവാതുക്കൽ ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതോടെ ഉത്തര കേരളത്തിലെ 1 വർഷത്തെ കളിയാട്ടങ്ങൾക്ക് തിരശ്ശീല വീഴുമെന്ന് പറയുന്നു. ഇതൊരു അപൂർവ ക്ഷേത്രമാണ്. ഇവിടെ കൊടിമരവുമില്ല. ഇടവ സംക്രമം മുതലാണ് പ്രസിദ്ധമായ കളിയാട്ടം നടക്കുന്നത്. കോലത്തുനാടിൻ്റെ സാംസ്കാരിക തനിമയുടെ പ്രകാശനമായ കളിയാട്ടമാണിത്. ഇതിന് 7 ദേശങ്ങളിൽ നിന്നും കലശത്തിട്ടെത്തും. കളിയാട്ടത്തിന് 7 മുടികളും ഉണ്ടാകും. അതിലൊന്ന് വലുത് 7 കവുങ്ങുകളിൽ തീർത്ത 15 മീറ്റർ ഉയരവും 4 മീറ്റർ വീതിയും ഉള്ള മുടി. ഈ നീളം മുടി വയ്ക്കുന്ന തെയ്യക്കോലം വിസ്മയം തന്നെയാണ്. തെയ്യങ്ങളുടെ ഏറ്റവും വലിയ മുടിയാണിത്. 100 കണക്കിന് ആളുകൾ ചേർന്നാണ് ഇത് ക്ഷേത്രനടയിൽ എത്തിക്കുന്നത്. പിന്നെ കോലക്കാരൻ്റെ ശിരസിലേറ്റും. ഭഗവതിയും മക്കളും ചെണ്ടവാദ്യത്തിൻ്റെ അകമ്പടിയോടെ ഉറഞ്ഞാടും. കോലത്തുനാട്ടിലെ പ്രസിദ്ധ കളരിയായിരുന്ന വാളയർ കളരി ഈ ക്ഷേത്രവാതുക്കലായിരുന്നു. 1000 നായന്മാരുടെ കളരി എന്ന് പേരുകെട്ട ഈ കളരിയുടെ പരദേവതയായിരുന്നു കളരിവാതുക്കൽ ഭഗവതി. കളരിപ്പയറ്റ് കഴിഞ്ഞാൽ തിരുമുടി ഇറക്കും. ഇതോടെ ബന്ധപ്പെട്ട് അവകാശികൾ കലശം നിറച്ച തട്ടും ചുവന്ന് ക്ഷേത്രത്തിന് വെളിയിലേക്ക് പോകും. തുറന്ന് ഭക്തർക്കിടയിൽ ഭഗവതിക്ക് ചാർത്തിയിരുന്ന പൂക്കൾ വിതറുന്നത് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രത്തിലെ ഉത്സവങ്ങൾക്ക് വിരാമം കുറിച്ചുകൊണ്ടാണ്. അകത്ത് ക്ഷേത്ര മാതൃകയിലുള്ള ആരാധനയും പുറത്ത് കളിയാട്ടവും അരങ്ങേറുന്ന അത്യപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നാണ് കളരിവാതുക്കൽ ഭഗവതി ക്ഷേത്രം. കൗളമാർഗത്തിലാണ് ഇവിടെ ഭഗവതിയുടെ ആരാധനാ കർമ്മങ്ങൾ നടക്കുന്നത്. ഇടവപ്പാതിക്കൊപ്പം കളരിയാൽ ഭഗവതിയുടെ തിരുമുടി ഉയരുന്നതോടെയാണ് ഉത്തര കേരളത്തിലെ കളിയാട്ടങ്ങൾക്ക് തിരശ്ശീല വീഴുന്നത്. കളരിയാൽ ഭഗവതിയുടെ കൂടെ ക്ഷേത്രപാലകൻ സോമേശ്വരി, പാടിക്കുറ്റി, പഴശ്ശി ഭഗവതി, ചുഴലി ഭഗവതി, കാളരാത്രി എന്നീ ദേവതമാരെയും കെട്ടിയാടിക്കുന്നു. 21 കോൽ 3.5 വിരൽ ഉയരമുള്ള കളരിയാൽ ഭഗവതിയുടെ തിരുമുടി ഏറ്റവും വലിയ തിരുമുടി എന്ന പ്രത്യേകതയുള്ളതാണ്. ആയോധന വിദ്യകൾ അഭ്യസിപ്പിച്ച് യോദ്ധാക്കളെ കോലത്തിലൂടെ സൈന്യത്തിലേക്ക് സംഭാവന ചെയ്തിരുന്ന ഒരു വളപട്ടണം കോട്ടയെന്ന കളരി സങ്കേതമായിരുന്നു കളരിവാതുക്കൽ ഭഗവതിയുടെ ആദ്യ സ്ഥാനമെന്ന് കരുതപ്പെടുന്നത്. പിൽക്കാലത്ത് കളരി നാമാവശേഷമായെങ്കിലും ഭഗവതി ക്ഷേത്രം ഉയർന്നു വരികയാണ് ഉണ്ടായത്. ഇവിടുത്തെ കളരി അഭ്യാസികൾ സാക്ഷാൽ വയനാട്ട് കുലവന്റെ പിന്മുറക്കാരായാണ് അറിയപ്പെടുന്നത്.